കാറുകളോ? എനിക്ക് തോന്നുന്നത് നമ്മൾ ട്രാഫിക് ജാമിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന്. തന്റെ ടൂൾസ് ഏതാണെന്ന് തനിക്കറിയില്ലേ? പോപ്പട്ടേട്ടാ ക്ഷമിച്ചേക്ക്, താങ്കളുടെ മസിൽ സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് പൊട്ടിപ്പോകാത്തത്. തന്നെ സഹായിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ കുട്ടികളെ, രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങണമെങ്കിൽ നമുക്ക് വേണം ബെഡ്റൂം. മിസ് കാഡ്കറിന് ഇപ്പോൾ ഒരു കാർ വാങ്ങണം. അതിനായി നമ്മൾ വന്നിരിക്കുന്നു ഷോറൂം. അടികൈ വരൂ വരൂ, കണ്ടിട്ട് എത്ര കാലമായി. എന്നാൽ നമ്മളിപ്പോഴല്ലേ ആദ്യമായിട്ട് കാണുന്നത്? എന്താ ഇങ്ങനെ പറയുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് കാർ വാങ്ങണം. ഇതിൽ ഏറ്റവും നല്ല കാർ ഏതാണ്? ഏറ്റവും നല്ല കാർ വേണമെങ്കിലേ മോഷ്ടിക്കാൻ പോണം. നിങ്ങൾ എന്ത് മണ്ടത്തരായി പറയുന്നത്? അല്ല മാഡം, ഫോൺ പേ എന്ന് പറഞ്ഞതാ. ഞങ്ങളുടെ ഷോറൂമിലെ എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഏതിൽ വേണമെങ്കിലും പോയി ഇരുന്നോളൂ, ഏതിൽ വേണമെങ്കിലും ഇരുന്നോളൂ. നമുക്ക് ഈ കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. വരൂ കന്ന സാർ. അയ്യോ ചേച്ചി, അത് ഞാൻ റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ബ്രേക്ക് ഇല്ല. അയ്യോ നമുക്ക് അവരുടെ മുന്നിൽ എത്തണം. മെക്കാനിക്ക് പറഞ്ഞത് ആ കാറിന് ബ്രേക്ക് ഇല്ല എന്നാണ്. ഐഡിയ, നമുക്ക് നമ്മുടെ കാറിലെ ബ്രേക്ക് ഇളക്കി അവർക്ക് കൊടുക്കാം. അപ്പൊ അവരുടെ കാർ നിർത്താമല്ലോ. കഴുതേ, നമ്മുടെ കാറിന്റെ ബ്രേക്ക് ഇളക്കി അവർക്ക് കൊടുത്താ പിന്നെ നമ്മുടെ കാർ എങ്ങനെയാടാ നിർത്തുക? എന്താ ഇങ്ങനെ പറയുന്നേ? അവരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോ അവരും നമ്മളെ കുറിച്ച് ഓർക്കുമല്ലോ. എന്റെ പൊന്നു മാഡം, വയറ് കൂടിയാൽ നടന്ന് വയറ് കുറയ്ക്കണം. സ്പീഡ് ബ്രേക്കർ കണ്ടാൽ സ്പീഡ് കുറയ്ക്കണം. അടിക്കയ്യ അമ്മച്ചി, പൂരപ്പറമ്പിൽ ഒരുപാട് ശബ്ദത്തിൽ പൊട്ടുന്നതാണ് അമിട്ട്. എന്റെ പൊന്നു മാഡം, കാറിലുണ്ട് ബ്രേക്ക്, അതൊന്ന് ആഞ്ഞു ചവിട്ട്. കന്ന സാറേ, ബ്രേക്ക് പിടിക്കുന്നില്ല. ഈ കാറിന്റെ ബ്രേക്ക് ഫെയിൽ ആയിരിക്കാണ്. ഫുള്ളായിട്ട് ജാം ആയിരിക്കുകയാണ്. ഈ മണ്ടൻ എന്തിനാണ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് വരുന്നത്? ഓഹോ, അത് കണ്ണാടിയാണ്. അച്ഛാ, ഡൈനോസർ ജീവനോടെ ഉണ്ട് അച്ഛാ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഇതുപോലുള്ള ബുക്കൊന്നും വായിക്കരുതെന്നാ. നീ എന്തുവാടാ ഈ കാണിക്കുന്നത്? ഞാൻ ബ്രേക്കിനെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇവൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഫെയിൽ ആവില്ലല്ലോ. മാഡം, എന്റെ കയ്യിൽ പിടിച്ചുകൊള്ളൂ. വേഗം. അങ്ങനെ. ഐഡിയ. പോപ്പട്ടെ, ഡിക്കിന്ന് വേഗം കയറെടുക്ക്. പെട്രോൾ ലാഭിക്കാനായിട്ട് കയറിയിട്ട് വണ്ടി ഓടിക്കുക. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game.
Download now only on Google Play Store. കാർ നിങ്ങളുടെ പുറകിൽ, കാറിനകത്തിരിക്കുന്ന കാലൻ നിങ്ങളുടെ പുറകിൽ. ലോട്ട്സ് ഓഫ് ഫൺ. വലിയ ആക്ഷൻ ടൈം. സ്റ്റിയറിംഗ് പിടിച്ചോ. ജോർദാരെ വാ. അമ്മച്ചി, കൊതുക്. ഇന്ന് എത്ര വേണമെങ്കിലും രക്തം കുടിച്ചോ, എന്തായാലും ഞാൻ നിങ്ങളെ ഇന്ന് തല്ലാൻ പോകുന്നില്ല. ഇത് ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു തരാം. പ്രോമിസ്. നിങ്ങൾ എന്തിനാ സ്കേറ്റിംഗ് ചെയ്യുന്നത്? എന്റെ അടുത്ത് വണ്ടി ഉണ്ടല്ലോ. എടാ വണ്ടി നിർത്തടാ ഹണി. അതവർക്ക് നിർത്താൻ പറ്റുന്നില്ലല്ലോ. എടാ നീ നിർത്ത് വേഗം, ഞങ്ങൾ അകത്തോട്ട് കേറിക്കോട്ടെ. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും നോക്കി ക്രോസ് ചെയ്യണം. ഓക്കേ, ഇനി മുകളിലും കൂടെ നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. എവിടുന്നാടേ പൂരിയുടെ മണം വരുന്നത്? ഓക്കേ, ഇടവും വലവും മുകളിലും താഴെയും നോക്കി ക്രോസ് ചെയ്യണം. എന്താ ഇതൊക്കെ? ഇപ്പൊ താഴേന്ന് മഴ പെയ്യാൻ തുടങ്ങിയോ? പറയൂ കുട്ടി, 7 ശേഷം എന്താണ്? ഞാൻ പറഞ്ഞ ശരിയാണല്ലോ, പിന്നെ എന്തിനാ തല്ലിയത്? കാരണം ഞാൻ മാഷാണ്. വണ്ടിയെ ബാലൻസ് ചെയ്യ്. വണ്ടിയുടെ സ്പീഡ് കുറച്ചേ മതിയാവൂ. പോപ്പട്ടെ, മേഡത്തിനോട് പറ റൈറ്റിലേക്ക് തിരിച്ച് ആക്സിലേറ്ററിൽ നിന്ന് ഉടനെ കാലെടുക്കാൻ. മേഡം, വണ്ടി റൈറ്റിലേക്ക് തിരിക്ക്, എന്നിട്ട് വേഗം ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്ക്. ഓ എന്റെ ആശാനെ, ഞങ്ങളുടെ പ്ലാൻ ഫെയിൽ ആയി പോയി. എടാ, ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നതാ. എന്റെ ഫോറിൻ ട്രിപ്പ് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞതാ. ബ്രേക്ക് ഫെയിലർ ആയ ഉടനെ തന്നെ റൈറ്റിൽ തിരിച്ച് ആക്സിലേറ്ററിൽ നിന്ന് ഉടനെ കാലെടുക്കണം. ഈ ചെറിയ കാര്യം നിങ്ങളിൽ നിന്നാണ് ഞാനിന്ന് ആദ്യമായി പഠിച്ചത്.
കുട്ടികളെ ഏയ് കുട്ടികളെ, ഓണം വന്നാൽ ഞാൻ പുതിയ ഉടുപ്പ് തയ്ക്കും. ഇന്നു മുതൽ എന്റെ ചെരുപ്പിൽ പോലും ബ്രേക്ക് വെക്കും. മതി കന്ന സാറേ മതി. ആട്ടി കൈ എന്ന് മാത്രം പറയരുത്.